തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ ഒരു വാർത്തയുമായി എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മംഗലപുരത്ത് മറിഞ്ഞ ഗ്യാസ് ടാങ്കറിൽ നിന്ന് ഗ്യാസ് മാറ്റുന്ന നടപടികൾ തുടങ്ങി. 3 ടാങ്കറുകളിലേക്കാണ് ഗ്യാസ് മാറ്റുന്നത്. പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. 1 കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിലെയും ഹോട്ടലുകളിലെയും അടുപ്പുകൾ കത്തിക്കാനോ ഇൻവെർട്ടർ പ്രവർത്തിക്കാനോ പാടില്ല. അവിടെ ആരും ഇപ്പോൾ ചായ ഇടണ്ട. നമുക്ക് സുനിഷ എൽനൂരിനോട് ചോദിക്കാം നിലവിലെ സാഹചര്യം എങ്ങനെയാണ് എന്ന്. സുനിഷ, വെരി ഗുഡ് ഈവനിങ്. ഞാൻ ചായയെക്കുറിച്ചും കാപ്പിയെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ് സുനിഷ ആ ഭാഗത്ത് മുഴുവൻ അടുപ്പ് കത്തിക്കരുതെന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? എങ്ങനെയാണ്, എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും ഈ ഗ്യാസ് മാറ്റൽ? സുജയ, ഏതായാലും പൂർണ്ണമായും അടുപ്പ് കത്തിക്കാതിരിക്കുക എന്നതല്ല, കുറച്ച് സമയത്തേക്ക് ഈ ഒരു തരണം ചെയ്യുന്നതിലേക്ക്, അപകടത്തിലേക്ക് പോകാതിരിക്കാൻ അല്പസമയമെങ്കിലും അടുപ്പ് കത്തിക്കാതിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ രാവിലെ ഒരുപക്ഷെ വലിയൊരു അപകടമായിരുന്നു ഇന്ന് ഒഴിവാവുകയും ചെയ്തത്. ഈ 4 മണിയോടെയാണ് ഈ പാചകവാതകവുമായി വന്ന ലോറി ഈ മംഗലപുരത്ത് വെച്ച് അപകടത്തിൽപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പാചകവാതകവുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ദേശീയപാതയിലടക്കം പണി നടക്കുന്നതിനാൽ സർവീസ് റോഡ് വഴിയായിരുന്നു ഈ ലോറി വന്നുകൊണ്ടിരുന്നത്. പിന്നാലെ തന്നെ നല്ല ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡിൻ്റെ ഈ ഓരത്തെ ഉണ്ടായിരുന്ന ഈ ചളിയിലേക്ക് വണ്ടി കയറുകയും പിന്നാലെ തന്നെ ഈ ലോറി മറിയുകയുമായിരുന്നു. ഇതാണ് അപകട കാരണമായി പറയുന്നത്. പക്ഷേ ഈ വാതക ചോർച്ചയോ അല്ലെങ്കിൽ മറ്റ് ഒരു പരിക്കുകളോ ഒന്നും തന്നെ ആർക്കും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ പോലീസിനെ അറിയിച്ചിരുന്നതുമില്ല. ഈ 7:30യോടെയാണ് ഈ പോലീസിലേക്ക് അറിയിക്കുന്നത്. പിന്നാലെ തന്നെ പോലീസും ഫയർഫോഴ്സ് സംഘവും അടക്കം ഈ സ്ഥലത്തെത്തുകയും ഈ ഇത്തരത്തിലുള്ള ഈ പാചകവാതകം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഈ പാചകവാതകം മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 2 ടാങ്കുകളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ടാങ്കിലേക്കാണ് മാറ്റേണ്ടത്. ഏകദേശം ഒരു 4 മണിക്കൂർ സമയമെങ്കിലും എടുക്കുമെന്നതാണ് ഇപ്പോൾ നൽകുന്നിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ, പാചകവാതകം മാറ്റുന്നൊരു സമയമാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു ഗതാഗത നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായും ദേശീയപാത പള്ളിപ്പുറം മുതൽ ഈ മംഗലപുരം വരെയുള്ള ഗതാഗതമാണ് നിരോധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിലെയും ഹോട്ടലുകളെയും അടുപ്പുകളൊന്നും ഇപ്പോൾ കത്തിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ ഒരു പ്രോസസ്സ് കഴിയുമെന്നതാണ്. അതിനുശേഷം ഏതായാലും എല്ലാവർക്കും ഈ പറയുന്നത് പോലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയത് 2 ടാങ്കറിലേക്കുള്ളത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഒരു 8 മെട്രിക് ടൺ ആണ്. ഇത് അല്പസമയത്തിനകം തന്നെ, അടുത്ത മണിക്കൂറുകൾക്കകം തന്നെ ഇതും മാറ്റിയതിനു ശേഷം ക്രെയിൻ വന്ന് ഈ ലോറി മറിഞ്ഞ ഒരു സ്ഥിതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോറി നേരെയാക്കിയതിനു ശേഷം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കടത്തിയതിനു ശേഷം കൃത്യമായി നേരത്തെ പറഞ്ഞ ഈ നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കുമെന്നൊരു നിർദ്ദേശമാണ് ഏതായാലും നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ മംഗലപുരം ഭാഗത്ത് നിയന്ത്രണങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ വൈദ്യുതി ഇപ്പോൾ ആർക്കും കറണ്ട് കിട്ടുന്നുണ്ടാവില്ല. ഒപ്പം തന്നെ ഈ അടുപ്പുകളിലൊക്കെ തന്നെ 1 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ അടുപ്പുകൾ, ഹോട്ടലുകൾ, വീടുകൾ എന്നിവിടങ്ങളിലെ അടുപ്പുകൾ കത്തിക്കരുത്. ഈ ഗതാഗത നിയന്ത്രണമുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. നിലവിൽ എല്ലാം സുരക്ഷിതമാണ്. ഒരു വാതക ചോർച്ചയോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും പരിക്കുകളുമില്ല, ഒരു അപകടാവസ്ഥയുമില്ല. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പാചകവാതകം മാറ്റുന്ന സമയത്തുള്ള നിയന്ത്രണങ്ങൾ ഏതായാലും പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് സുജിയ നൽകുന്നത്. ഓക്കെ, താങ്ക് യു സുനിഷ. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് സുനിഷ പങ്കുവച്ചത്. ആ മേഖലയിലുള്ള മംഗലപുരം ഭാഗത്താണ് പറഞ്ഞത്. ആ